ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിനൊപ്പം മറ്റൊരാളുണ്ടായിരുന്നു, അത് വാസുദേവനാണ് എന്ന് കരുതുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി ആണ് നമുക്കൊപ്പം ഉള്ളത്. ഇത് ഷീൽഡ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്, അതല്ലാതെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠമൊന്നും പറഞ്ഞില്ല. ദ്വാരപാലക ശില്പത്തിന്റെ ഇതൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ഇതും പറഞ്ഞില്ല. ഒരു സാധനം ഇവിടെ വയ്ക്കാം, പുള്ളി വന്ന് എടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞു. ആ ഡ്രൈവർ അവിടെ ഇരുന്ന് ചിരിച്ച്, ഞാൻ ഇവിടെ വെച്ചാണ് ഇത് വാങ്ങിച്ചത്, ഭാരക്കുറവുള്ള ഒരു സാധനം, അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇതിനെപ്പറ്റി ഒന്നും അന്വേഷണം വന്നില്ല. കാരണം എന്താണെന്ന് ഇതെന്നുള്ളത് നമുക്ക് കാണാതെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാം. നേരത്തെ പറഞ്ഞിരുന്നോ പിറ്റേ ദിവസം ഒരു സാധനം കൊണ്ട് വെക്കുമെന്ന്? നേരത്തെ പറഞ്ഞിരുന്നില്ല. തലേ ദിവസം നാളെ ഞാൻ പോകും, അപ്പൊ എന്നാ ഒരു സാധനം ഇവിടെ വെക്കാം, ഹരി വേറെ ആരും അവിടെ ഇല്ല, അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വെളുപ്പിനെ കൊണ്ടുവച്ചു. വെളുപ്പിനെ കൊണ്ടുവന്നു. കാരണം അവന് രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് 8 മണിക്ക്. അപ്പൊ നേരത്തെ അവിടെ എത്തണമെന്നുള്ളത് കൊണ്ട് ഒരു 6 മണി ആകാറായപ്പോ ഞാൻ നടന്നിട്ട് വന്നപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ എന്താണെന്ന് ചേച്ചി ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഷീൽഡാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആരെടുത്തോണ്ട് ആരെടുത്തുകൊണ്ട് പോകുന്നാ പറഞ്ഞേ? അത് അയാൾ തന്നെ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ അയാൾ വരും, അപ്പൊ അയാൾ കൊണ്ടുപോകും, വേറൊരാൾ അയാൾ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഈ വാസുദേവനെ ചേച്ചിക്ക് മുമ്പ് അറിയോ? എനിക്ക് ഒരുപാട് പരിചയമില്ല. വാസുദേവനായിരുന്നോ കൂടെ ഉണ്ടായിരുന്നത്? അത് വ്യക്തത വരുന്നില്ല കേട്ടോ. ഈ വാസുദേവനെ മുമ്പങ്ങാണ്ട് ഇങ്ങനെ വീട്ടിൽ വന്നപ്പോ കണ്ട ഒരു പരിചയമേ ഉള്ളൂ. അപ്പൊ ഇത് ഡ്രൈവറാണോ എന്നുള്ളതും അറിഞ്ഞുകൂടല്ലോ. കാരണം ഇരുട്ട് ആണ്, അവിടെ നിൽക്കുന്നതാണ് വണ്ടി. വെളുപ്പിനെയായിരുന്നു. വെളുപ്പിനെയാണ് ചേച്ചി എനിക്കൊന്ന് രാവിലെ നടക്കാൻ പോകുന്ന അത് കഴിഞ്ഞ് കയറി 5:45 കഴിഞ്ഞ് കാണും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇത് ആരാന്നുള്ളതൊന്നും ഞാൻ ചോദിച്ചില്ല. അവനങ്ങ് പോയി, സാധനം ഇവിടെ ഉണ്ട്, പുള്ളി വരുമ്പോ എടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വിജിലൻസ് വന്ന് എടുത്തോണ്ട് പോയി കഴിഞ്ഞ് വിജിലൻസ് അന്ന് അവരും വന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം വിജിലൻസ് വന്നപ്പോ ഞാൻ ഉണ്ണിയെ വിളിച്ചപ്പോ അവൻ പറഞ്ഞു, ആ സാധനം അങ്ങ് അവര് ഞാൻ തന്ന സാധനം അവരെല്ലാം കൊടുത്തേക്കാൻ പറഞ്ഞു. അവര് എടുത്ത് പൊളിച്ചപ്പോഴാണ് ഇത്. അപ്പൊ ഇതാണെന്ന് പറഞ്ഞു. ഞാൻ എടുത്തങ്ങ് അപ്പോൾ തന്നെ ആ സാധനം അങ്ങ് എടുത്തു കൊടുത്തു. പൊളിക്കുന്ന കണ്ടു. അപ്പൊ ഇത് വീടം പോലെ ഇരിക്കുന്ന സാധനങ്ങൾ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് 2 എണ്ണം ആദ്യം കൊണ്ടുവന്ന് വെച്ച് മാച്ച് അല്ലാത്ത സാധനമാണ്. അപ്പൊ വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ മാച്ച് ആവത്തക്കവണ്ണമുള്ള സാധനം ഉണ്ടാക്കി അവിടെ കൊടുത്തു. എന്തിനാ കള്ളം പറഞ്ഞെന്ന് ചോദിച്ചിരുന്നോ? ഷീൽഡ് ആണെന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചോ സഹോദരനോട്? ഷീൽഡ് ആണോന്നൊന്നും ഞാൻ പിന്നെ ഒന്നും വിളിച്ചില്ല. കാരണം ഇത് എന്താന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഒരു വ്യക്തത ഇല്ലല്ലോ. വാസുദേവൻ കൊണ്ടുവന്ന സാധനമാണ്, ഞാൻ കാണാതെ പിന്നെ ഇതെന്തോന്ന് പറയുമല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇവിടെ വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു? അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് വയ്ക്കാറില്ല. അത് പക്ഷെ എന്താണെന്നറിയാമോ, ചിലപ്പോ ഈ ചന്ദനത്തിരി, എണ്ണ, അതൊക്കെ ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ, നമ്മുടെ കുടുംബക്ഷേത്രം ഇവിടെ അടുത്താണ്, അപ്പൊ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി തരും. പക്ഷെ ഇത് സീൽ ചെയ്തിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വന്നില്ല. വർഷങ്ങളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരാണോ ഉള്ളത്? ഇവിടെ ഇല്ല. വർഷങ്ങളായിട്ട് ബാംഗ്ലൂരാണ്. 20-25 വർഷത്തോളം ആയവൻ ബാംഗ്ലൂരിൽ പോയിട്ട്. ഇവിടെ വീട്ടിലപ്പം തറവാട് ഇവിടെ പുളിമാത്തല്ലേ? അമ്മയും അച്ഛനും ആയിരുന്നു. അച്ഛൻ ഇപ്പം മരിച്ചിട്ട് 4 വർഷമായി. ഇത് വീട്ടിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അമ്മയോട് സംസാരിച്ചോ? ഇതിന് ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തറവാട് വീട്ടിലുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അറിയാവോ? അമ്മയോട് സംസാരിച്ചോ? അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല. തറവാട് വീട്ടിലുണ്ടായിരുന്നോ എന്ന് അറിയത്തില്ല. അല്ല, തറവാട്ട് വീട്ടില് ആയിരിക്കും പുള്ളി ആദ്യം കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ഇത് എന്താണെന്നറിയാമോ, ഇത് ആദ്യമേ ഇതിന്റെ അളവെടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പൊ പുള്ളി ഇത് അന്ന് ഇവനെ കോടതിയിൽ വിളിച്ചായിരുന്നു. കാരണം ഇവനല്ലേ സ്പോൺസർ ചെയ്ത. അപ്പൊ ഇവൻ ഇങ്ങനെ അവിടെ അന്വേഷണം എന്തൊക്കെ നിങ്ങൾ കൊടുത്തു എന്ന് ശബരിമലയിൽ നിന്നൊരു അന്വേഷണം ഉണ്ടായപ്പോ ഇവൻ പറഞ്ഞു, ദ്വാരപാലകരെ ശില്പം സ്വർണം പൂശിയത് ഞാനാണ്, അതിനന്ന് പീഠവും നൽകിയായിരുന്നു. അപ്പോ പീഠം നൽകിയിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോ ഇവര് തന്നെ പറഞ്ഞു ഇതിന് നിറമങ്ങലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കൊടുത്തു. അപ്പൊ ഉടനെ കോടതിയിൽ ചോദിച്ചപ്പോ മറ്റേ പീഠം. അപ്പൊ ഇത് കൊടുത്തത് ഈ വാസുദേവനാണ് അന്ന്. കാരണം കോവിഡ് ആയതുകൊണ്ട് ഇവൻ എപ്പോഴും വരാൻ പറ്റൂല. കൊണ്ടുവന്ന സാധനം 15 ദിവസം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ. ശബരിമലയിലായാലും അന്ന് ഭയങ്കര 2021 അപ്പൊ അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പുതിയത് അവിടെ കൊടുത്തിട്ട് മറ്റേത് ഇനി എങ്ങനെ വന്ന അതിനെ പറ്റി എനിക്ക് അറിയാനും വയ്യ. ഇവര് വിജിലൻസ് വന്ന് ഇത് കൊണ്ടുപോയത് അവനോട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിട്ടാണോ വിജിലൻസിന്റെ കൊടുത്തത്? വാസുദേവനെയാണ് ചോദ്യം ചെയ്തത്. ഇതുമായി അല്ല, ഇവിടെ വിജിലൻസ് വന്നപ്പം സഹോദരനെ ചേച്ചി വിളിച്ചിരുന്നു? ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഞാൻ ഏൽപ്പിച്ച ആ സാധനം ഇവിടെ കൊണ്ടുവന്നപ്പോഴേ 2 പേരും കൂടെയാണ് വന്നത്. ഡ്രൈവർ ഇറങ്ങി അവനാണ് ഇവിടെ വെച്ചാണ് ഇനി തന്ന സാധനം എന്ത് ചെയ്ത് ആ സാധനം അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് അവനങ്ങ് ഫോണും അങ്ങ്. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. കാരണം ഇത് ഇങ്ങനെ ഒരു സാധനം ഇവിടെ കൊണ്ടുവച്ചു, നിങ്ങൾ അതിന്റെ ഭാഗമായി, സ്വാഭാവികമായിട്ടും സഹോദരനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ എന്താ പറയുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ, അപ്പൊ ഇത് നമ്മുടെ സാധനം തന്നെയല്ലേ സാറേ? കാരണം എന്താണെന്നറിയാമോ, ഇത് ആദ്യമേ ചേരാതെ വന്നപ്പോൾ രണ്ടാമത് ഉണ്ടാക്കി അവൻ അവിടെ കൊടുത്തു. അപ്പൊ ആദ്യ സാധനം യഥാർത്ഥത്തിൽ ഇത് അവന്റെ സാധനം പോലെ തന്നെയല്ലേ? അവൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാധനമാണെങ്കിലും ഇങ്ങനൊരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞ്
പ്രശ്നമുണ്ടാക്കുന്നതും പരാതി കൊടുക്കുന്നതും. അതെന്താണെന്നറിയാമോ? എന്തൊക്കെ സാധനങ്ങൾ കോടതിയിലാണ് ചോദ്യം വരുന്നത്. അപ്പൊ കോടതി ചോദിച്ചപ്പോൾ അന്ന് നിങ്ങൾ എന്തൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അവ എല്ലാ കാര്യങ്ങളും പേപ്പർ സഹിതം കോടതിക്ക് കൊടുത്തു. അപ്പൊ ഈ രണ്ടാമതുള്ള സാധനം വാസുദേവന്റെ കയ്യിലാണെന്നുള്ള വിവരം എന്റെ അനിയനും അറിയുന്നില്ല. ഒന്നെന്ന് പറയുന്നത് അവൻ ബാംഗ്ലൂരാണ്, ഇത് ഈ സാധനം അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് മറ്റൊരാളാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്ത് നടന്നു? ഈ വാസുദേവനും പോറ്റിയും സുഹൃത്തുക്കളാണോ? സുഹൃത്തുക്കളാണ് എന്ന് വെച്ചാൽ വലിയ അടുപ്പം. കാരണം ഇവന്റെ ജീവിതം എല്ലാം ബാംഗ്ലൂർ ആയതുകൊണ്ട് വലിയ അടുപ്പം ഉണ്ടാവത്തില്ല. ഇവിടെ വരുമ്പോൾ ഈ ശബരിമല എന്തെങ്കിലും ചെയ്യാൻ തക്കവണ്ണം ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ട് കുറെ സുഹൃത്തുക്കളുണ്ട് അവന്. ഇത് തറവാട്ട് വീട്ടില്, നമ്മുടെ വീടില്ലേ പുളിമാത്തിലെ വീട്, പുളിമാത്തിലെ വീട്ടില് എപ്പോഴാ ഇത് കൊണ്ടുവന്നതെന്ന് അറിയാമായിരുന്നോ? അറിയാവോ? അമ്മ പറഞ്ഞ് 4-5 ദിവസം മുമ്പാണ് ഇത് കൊണ്ടുവന്നത്. അതായത് ഇവിടെ 25-ന് വന്നു. അപ്പൊ 4 ദിവസം 20-നോ 21-നോ ഇടയ്ക്ക് എന്താണെന്നറിയാമോ? ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വന്നപ്പോഴത്തേക്കും ഈ വാസുദേവന്റെ ഭാര്യ പറഞ്ഞെന്ന് ഉണ്ണികൃഷ്ണൻ പോയിട്ടല്ലേ സ്പോൺസർ ചെയ്തത്, ഇത് ഇവിടെ ഇരുന്നാല് അവരവരുടെ ഫ്രണ്ട് മുറിയിലെങ്ങാണ്ട വച്ചിരുന്നു. ഇവരെന്ത് ചെയ്തു? എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പം ഇത് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഇത് ഉണ്ണി പറഞ്ഞു, ഇതിപ്പം എനിക്ക് കുറ്റം വരൂലേ, ഞാൻ കൊടുത്ത സാധനമല്ലേ, നിങ്ങൾ ഇതെന്തിനു വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ തന്നെ വാങ്ങിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഇത് ഇത് വലിയൊരു കുരിശായി മാറൂലേ സാർ? അതുകൊണ്ട് പിന്നെ ഇവൻ വാങ്ങിച്ചു വെച്ചു. അപ്പൊ പിന്നെ ബാംഗ്ലൂർ പോകുമ്പോ വീണ്ടും ഇത് പ്രശ്നമാവും. അങ്ങനെ വന്നപ്പോ അവൻ മറ്റേ ആളിന്റെ അടുത്ത് തന്നെ എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ചേച്ചിയുടെ അവിടെ വയ്ക്കാം, 3-4 ദിവസം കഴിയുമ്പോ അങ്ങ് എടുക്കാം എന്ന് പറഞ്ഞു. ഈ പരാതിയും അന്വേഷണവും ഒക്കെ നടക്കുന്നത് വാസുദേവൻ പോറ്റിക്ക് അറിയാം, അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം. അപ്പൊ വാസുദേവൻ ഇപ്പൊ അമ്മ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 3-4 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കുന്ന ആളുകളെ അറിയിക്കേണ്ടതായിരുന്നില്ലേ? അന്വേഷിക്കുന്ന ആളുകളെ അറിയിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവര് ചിലപ്പോൾ ഭയന്നിട്ടാവും. കാരണം സത്യസന്ധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ എല്ലാം പിന്നീട് പ്രശ്നമാകും എന്നുള്ളൊരു ഉൾഭയം കാണാം. കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്ത് നമ്മൾ ചെയ്താലും പ്രശ്നം വരും. അന്നിപ്പോ ഇത് സത്യത്തിൽ ഇത് പൈസ ചെലവാക്കി ഇപ്പൊ 5000 രൂപയോ 10000 രൂപ ചെലവാക്കി നമ്മൾ എന്ത് സാധനം വെച്ചാലും പിന്നെ ഇത് പ്രശ്നം വന്നതാണ്. ഇത് പ്രശ്നം വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇത് റിപ്പയറിന് കൊണ്ടുപോയി ഇപ്പൊ കോടതിയുടെ അനുവാദം വാങ്ങിച്ചില്ല. കോടതി എങ്ങാണ്ട് ഒരു ഓർഡർ ഇട്ടിരുന്നു, അത് ആരോ വാങ്ങിക്കാനുള്ളത്. ഇപ്പൊ ഇതൊക്കെ കൊണ്ടുപോകുമ്പം അയ്യപ്പ സംഗമം വരുമ്പോൾ ഇത് വൃത്തിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ അയ്യപ്പന് നൽകിയിട്ടുണ്ടോ? ഒരുപാട് സാധനങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട്, ഏതാണ്ട് എന്റെ ഒരു അറിവിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യാറുണ്ട്. അതായത് ഇവന് വേറെ ഒരു രമേശ്, പിന്നെ അവിടെ തന്നെ വേറൊരു സാധനം കൊടുത്തിട്ടുള്ള ഗോവർദ്ധൻ എന്ന് പറയുന്ന ആ സ്വാമി, ഇവരൊക്കെ കൂടെ വർഷം തോറും അന്നദാനങ്ങളും ദേവസ്വം ബോർഡിന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. മകരവിളക്കിന് തലേദിവസം അന്നദാനം സ്ഥിരമായിട്ട് ഇവരാണ് നടത്തുന്നത്. എത്രയോ ലക്ഷം വെച്ച് ചെലവാക്കുക സാറേ. ഇപ്പൊ കുടുംബം മുഴുവൻ വളരെ വിഷമത്തിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ അയാളിൽ നിന്ന് ഇവൻ വാങ്ങാതിരുന്നാല് എന്ത് ചെയ്യും? ഇത് എവിടെയെങ്കിലും കളയുവോ അല്ലെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്തെങ്കിലും ചെയ്താലും അതിന്റെ പരിണത ഫലവും എന്റെ അനിയന് വരണ്ടേ? പക്ഷെ ഈ മകരവിളക്കിന് തലേന്ന് ലക്ഷങ്ങൾ ചെലവുള്ള അന്നദാനമാണ്. പക്ഷെ അവരുടെ പേരിലല്ല അത് കൊടുക്കുന്നത്. അതിന്റെ ഈ ആരുടെ പേരില്ല എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അന്നദാനം നടത്താറുണ്ട് ഇത് ചേർന്നിട്ട്. രമേശ് എന്ന് പറയുന്നത് ഇവന്റെ ഒരു ഫ്രണ്ടാണ് ബാംഗ്ലൂരുള്ളത്. അപ്പോ ആ പുള്ളിയും ഇവനും വേറൊരാളും ഒക്കെ ചേർന്ന് അന്നദാനങ്ങൾ നടത്താറുണ്ട്. ഈ വാസുദേവന്റെ കയ്യില് ഈ പീഠം ഇരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നോ? അതിനെക്കുറിച്ച് പിന്നെ ഇത് കോടതിയിൽ അന്വേഷിക്കുമ്പോ കോടതിയിൽ അവനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇത് പറയേണ്ട ആവശ്യം വരത്തില്ലല്ലോ. വാസുദേവൻ ആരുടെ കയ്യിലുണ്ട്? ഇവന്റെ എന്തിനായിരിക്കും? പിന്നെ ഇവരടുത്ത സുഹൃത്തുക്കളാണ്, പിന്നെ ഇത് മാറ്റിവെച്ച എന്തിനായിരിക്കും? അതിനെപ്പറ്റി എനിക്ക് ഒരു ധാരണയില്ല സാറേ. അതിനൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാസുദേവൻ ഇങ്ങനെ ഒരു സാധനം വെച്ച് അളവെടുത്തിട്ട് പുള്ളി എന്തെങ്കിലും വിചാരിച്ച് വീട്ടിൽ വെച്ച് കാണും. മറ്റ് ദുരുദ്ദേശങ്ങൾ ഇത് ഇവർക്ക് ആർക്കും ഉണ്ടാവാൻ വഴിയില്ല. കാരണം എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതങ്ങ് മാറ്റത്തില്ലേ എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത്. പിന്നെ ഈ അമ്പലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എണ്ണ, തിരി, വിളക്കുകള്, ഇതൊക്കെ ഓരോ നേർച്ച പോലെയുള്ള സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്.